ഈശോയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അടയാളങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ഒരു വിഭാഗം അടയാളങ്ങൾ എന്ന് പറയുന്നത് വ്യക്തികളാണ്. ആരാധനാക്രമത്തിൽ 4 തരം വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. 1 കാർമികൻ, 2 മദ്ബഹ ശുശ്രൂഷികൾ, 3 ഗായക സംഘം, 4 ദൈവജനം സമൂഹം. ഈ 4 തരം വ്യക്തികളാണ് ആരാധനയിലുള്ളത്. ഈ 4 തരം വ്യക്തികൾക്കും അതിൻ്റേതായിട്ടുള്ള അർത്ഥങ്ങളുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവർ 4 പേരും അടയാളങ്ങൾ തന്നെയാണ്. നമുക്ക് കാർമികനെ നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, പരിശുദ്ധ കുർബാനയിൽ കാർമികൻ എന്ന് പറയുന്നത് ഈശോയുടെ അടയാളമാണ്. അത് പരിശുദ്ധ കുർബാനയിൽ പല സ്ഥലങ്ങളിലും അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം സുവിശേഷ പ്രദക്ഷിണത്തിൻ്റെ സമയമാണ്. കാർമികൻ സുവിശേഷം കൊണ്ട് മുഖം മറച്ചുകൊണ്ടാണ് പ്രദക്ഷിണത്തിൽ മുന്നോട്ട് വരുന്നത്. എന്തിനാണ് കാർമികൻ തൻ്റെ മുഖം സുവിശേഷം കൊണ്ട് മറച്ചു വയ്ക്കുന്നത്? അതിനൊരർത്ഥമുണ്ട്. ഇത് ഇന്നയാളല്ല വരുന്നത്, മറിച്ച് ഈശോയാണ് വരുന്നത് എന്ന് സൂചിപ്പിക്കാനാണ്. അപ്പോൾ കാർമികൻ ഈശോയുടെ സ്ഥാനത്താണ് നിൽക്കുന്നത്. പലപ്പോഴും കാർമികൻ ജനത്തിൻ്റെ നേരെ തിരിഞ്ഞ് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് ആശീർവദിക്കുമ്പോൾ കാർമികൻ ഈശോയുടെ പ്രതിനിധിയാണ്. അങ്ങനെ നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ കാർമികൻ ഈശോയുടെ പ്രതിനിധിയായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ കാർമികൻ ഈശോയുടെ മാത്രമല്ല, ദേവാലയത്തിൽ നിൽക്കുന്ന ദൈവജനത്തിൻ്റെയും കൂടെ പ്രതിനിധിയാണ്. കാരണം ചില സമയങ്ങളിൽ കാർമികൻ തൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കൈകൾ കഴുകുമ്പോൾ കാർമികൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില സമയത്ത് എൻ്റെ പുറകിൽ നിൽക്കുന്ന ജനത്തിനു വേണ്ടി അവരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, അവരെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയങ്ങളിലൊക്കെ കാർമികൻ ദൈവജനത്തിൻ്റെ പ്രതിനിധി കൂടിയാണ്. അപ്പോൾ പരിശുദ്ധ കുർബാനയിൽ കാർമികൻ എന്ന് പറയുന്നത് ഈശോയുടെ അടയാളമാണ്, അതോടൊപ്പം സമൂഹത്തിൻ്റെ പ്രതിനിധി കൂടെയാണ്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ കുർബാനയിൽ കാർമികൻ ജനത്തിൻ്റെ നേരെ തിരിഞ്ഞ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജനത്തിൻ്റെ ഭാഗമാണ്, ജനത്തിൽ നിന്നാണ് ഈ പുരോഹിതൻ എടുക്കപ്പെട്ടത് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ദൈവജനത്തോട് പ്രാർത്ഥന ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ കാർമികൻ ആശീർവദിക്കുകയും സുവിശേഷം വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈശോയുടെ മുഖം കാണുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം എൻ്റെയും കൂടെ പ്രതിനിധിയായിട്ടാണ് കാർമികൻ അൾത്താരയ്ക്ക് മുമ്പിൽ നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം.